ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമേന്റെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫുൾ വയലൻസും അതുപോലെ തന്നെ മാരകമായ കെയോസ് ഒക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ. ഓൾമോസ്റ്റ് വലിയൊരു ട്രെയിലർ തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 3 മിനിറ്റ് മുകളിലാണ് ട്രെയിലർ കാണാൻ സാധിക്കും. സിനിമയുടെ റൺ ടൈം ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് 3 മണിക്കൂർ 45 അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ അടുത്താണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഇന്റർവെൽ തന്നെയാണ് വരാൻ പോകുന്ന സിനിമയ്ക്ക്. എന്തായാലും സിനിമേന്റെ ലോങ് റൺ ടൈം ആണെങ്കിൽ പോലും സിനിമേന്റെ ട്രെയിലറിൽ വല്ല പ്രോമിസിങ് തന്നെയാണ്. കാരണം സിനിമേന്റെ ആ ഒരു സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടതെന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല സിനിമയുടെ ആദ്യ ഭാഗത്തിൽ. പിന്നെ സിനിമേന്റെ സെക്കൻഡ് പാർട്ടിന്റെ ട്രെയിലർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമേന്റെ ഫസ്റ്റ് പാർട്ടിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്, അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഒറിജിൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് രൺവീർ സിംഗ് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന രീതിയിൽ. അങ്ങനെ ഒരുപാട് കട്ട് സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ റിയൽ ടൈം പ്രസന്റ് ടൈമിൽ ഒരുപാട് കഥകൾ പറഞ്ഞു പോകുന്നുണ്ട്. നിലവിലെ സിറ്റുവേഷൻസ് എന്താണ് ആഫ്റ്റർ ഡെത്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ട്. മൊത്തം ഒരു കെയോസ് ട്രെയിലർ തന്നെയാണ്. വലിയൊരു ഹൈപ്പ് തന്നെയാണ് കാണാൻ സാധിക്കും സിനിമയുടെ ട്രെയിലർ റിലീസിന് ശേഷം. എന്തായാലും ആ ഒരു പ്രോമിസ് ഇപ്പോഴും നിലവിൽ കെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ സെക്കൻഡ് പാർട്ട് അങ്ങനെ റിലീസ് ചെയ്യുകയാണ് മാർച്ച് 19-ാം തീയതി. ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല സിനിമയ്ക്ക് റിലീസിന്. കാരണം ഈ ഒരു സിനിമയ്ക്ക് ഓൾറെഡി സിനിമേൻ്റെ ആദ്യ ഭാഗത്തിന് GCC കൺട്രീസിലൊക്കെ സിനിമയ്ക്ക് ബാൻ ലഭിച്ചതാണ്, അല്ലെങ്കിൽ റിലീസിന് അനുമതിയില്ല. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് എന്നാൽ പോലും സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 1000 കോടിയുടെ മുകളിൽ കളക്ഷൻ കാണാൻ സാധിച്ചു നമുക്ക് ദുരന്തർ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന്. സിനിമയ്ക്ക് മേജർ ഓഡിയൻസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. എന്തായാലും വേൾഡ് വൈഡ് റിലീസ് മാർച്ച് 19-ാം തീയതി തന്നെയാണ്. എന്തായാലും ഇപ്രാവശ്യം വലിയൊരു ഗ്രാൻഡ് സ്കെയിൽ റിലീസ് തന്നെയാണ് കേരളത്തിൽ സിനിമയ്ക്ക് വരാൻ പോകുന്നത്. കാരണം സിനിമേൻ്റെ ആദ്യ ഭാഗം വലിയൊരു ഗ്രാൻഡ് സ്കെയിൽ റിലീസ് ആയിരുന്നില്ല. എന്നാൽ പോലും സിനിമയ്ക്ക് നല്ലൊരു ലോങ് റണ്ണ് കാണാൻ സാധിച്ചു നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ദുരന്തർ സിനിമേൻ്റെ ആദ്യ ഭാഗത്തിന്. എന്തായാലും സിനിമേൻ്റെ റിലീസ് മാർച്ച് മാസം 19-ാം തീയതി തന്നെയാണ്. എന്തായാലും അടുത്ത ആഴ്ചയ്ക്ക് ആകുമ്പോൾ സിനിമേൻ്റെ ബുക്കിംഗ് അഡ്വാൻസ് സ്റ്റാർട്ട് ചെയ്യും. 18-ാം തീയതി സിനിമയ്ക്ക് എന്തായാലും പലയിടങ്ങളിലുമായിട്ട് സിനിമയ്ക്ക് പെയ്ഡ് പ്രീമിയർ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ശേഷം നമുക്ക് ദുരന്തർ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ റിലീസ് ഡേറ്റ്. എത്ര പേർക്കാണ് സിനിമയുടെ ട്രെയിലർ ഇഷ്ടപ്പെട്ടതെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ട്രെയിലർ തന്നെയാണ്. കാരണം റിവെഞ്ച് പേര് പറഞ്ഞ പോലെ തന്നെ ഒരു വയലൻസും ആക്ഷൻ സീക്വൻസ് തന്നെയാണ് നമ്മൾ ലീഡ് ചെയ്ത് പോകുന്ന സിനിമ സെക്കൻഡ് പാർട്ട്. കാത്തിരിക്കുന്ന ശേഷം നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട് മാർച്ച് മാസം 19-ാം തീയതി. എന്തായാലും സിനിമയ്ക്ക് സോളോ റിലീസ് തന്നെയാണ്. ടോക്സിക് അതുപോലെ തന്നെ ഒരുപാട് ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ റിലീസ് മാറ്റുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് സോളോ റിലീസാണ് മാർച്ച് മാസം 19-ാം തീയതി കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. ട്രെയിലറിനെ കുറിച്ചുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് ചാനൽ.